ഫാദർ ജോഷി മയ്യാറ്റിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റമാണോ? താങ്കൾക്ക് പറയാം. അമിത്ഷാ എന്താ പറഞ്ഞത്? അമിത്ഷാ പറഞ്ഞത് വിഷയം നിങ്ങൾ ഇന്ന് എല്ലാവരും കണ്ടു കാണും. അവിടെ ഞാൻ കേട്ടതാണ്. ഏതാണ്ട് 53 പേര് ഇന്ന് BJP-യിൽ അംഗത്വം എടുത്തു. അത് സത്യത്തിൽ ഞെട്ടിപ്പിച്ചൊരു കാര്യമാണ്. കാരണം അവിടെ ഇതുവരെ ഒരു വോട്ട് പോലും BJP-ക്ക് അവിടെ ഇതുവരെ ഒരു ഇലക്ഷനിലും കിട്ടിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പൊ ഞാന് അവിടെയുള്ള കാര്യങ്ങള് ഞാൻ അവിടുത്തുകാരനല്ല, അവര് പറയുന്നതാണ്. അപ്പൊ അവരാണ് പറഞ്ഞത് ഇന്ന് 53 പേര് BJP-യിൽ അംഗത്വം എടുത്തു എന്ന് മാത്രമല്ല അവിടെയുള്ള നല്ലൊരു പങ്ക് മനുഷ്യരുടെ മനസ്സ് BJP-യോട് കൂടെ ആയിരിക്കുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ മനസ്സിലുള്ള ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് അങ്ങനെ? ഇതുവരെ കോൺഗ്രസിനും CPM-നും മാറി മാറി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജനത എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് അവരുടെ ചിന്ത മാറിയത്? അവിടെയാണ് ഈ രാഷ്ട്രീയം വളരെ മോശമായി അങ്ങേയറ്റത്തെ ജീർണിച്ച അളിഞ്ഞ രാഷ്ട്രീയം കളിക്കുന്നവര് ജനത്തെ മടുപ്പിക്കുകയാണ്. ജനത്തെ മടുപ്പിച്ചു എന്നതാണ് ഈ വിഷയത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, കിടപ്പാടം പോകുന്ന ഒരു സാഹചര്യം, ഇത്രയ്ക്ക് നിർണായകം ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോ നിജേഷ് പറഞ്ഞ എന്താ, വിശാലമായ അവകാശ പോരാട്ടം. മനസ്സിലായോ? വിശാലമായ അവകാശ പോരാട്ടം. എന്താണ് ഈ വിശാലമായ അവകാശ പോരാട്ടം? അതായത് ഒരു മതത്തിൽ ഒരു നിയമമുണ്ടത്രേ. ആ നിയമം എല്ലാ നിയമങ്ങൾക്കും മുകളിലാക്കി വെക്കാനായി അവരങ്ങോട്ട് ഒരു നിയമം ഉണ്ടാക്കി. വഖഫ് ബിൽ 1995. എന്നിട്ട് വഖഫ് ബോർഡിലുള്ളവർക്ക് അങ്ങോട്ട് അമിത അധികാരം കൊടുത്തു. നിങ്ങൾക്ക് ഏതെങ്കിലും ലാൻഡ് വഖഫാണെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഡിസൈഡ് ചെയ്തോന്ന പിടിച്ചെടുത്തോളാനാ. എന്നിട്ട് എന്ത് ചെയ്തു? സാധാരണ ഒരു കൂട്ടർക്കും ഒഴിവ് കൊടുക്കാത്ത ആക്ട്, ലിമിറ്റേഷൻ ആക്ട്, ടൈമിന്റെ അതങ്ങോട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കൊടുത്തു. പിന്നെന്ത് ചെയ്തു? കോടതിയിൽ പോകാൻ പറ്റില്ല, സിവിൽ കോടതി പോകാൻ പറ്റില്ല. എവിടെ പോകണം? വഖഫ് ട്രൈബ്യൂണലിൽ തന്നെ പോകണം. പിന്നെ വഖഫ് ട്രൈബ്യൂണലിന്റെ തീരുമാനം ഉണ്ടല്ലോ, അത് അന്തിമമായിരിക്കും. പിന്നെ എന്ത് ചെയ്തു? 152A അവിടെ പ്രത്യേകിച്ച് വേറൊരു സാധനം കൂടി കൊടുത്തു. എൻക്രോച്ചേഴ്സിനൊക്കെ പിടിച്ചു പുറത്താക്കണം, പെടലിക്ക് പിടിച്ച് തള്ളണം. എൻക്രോച്ചേഴ്സിനൊക്കെ പുറത്താക്കണം. വിശാലമായ അവകാശ പോരാട്ടമാണ്. വിശാലമായ അവകാശ പോരാട്ടമാണ്. 1995 ഉണ്ടാക്കി വെച്ച നിയമം അതിന് കടുപ്പം പോരാ എന്ന് കോൺഗ്രസിന് തോന്നിയിട്ട് 2013 ആയപ്പോ ഈ വിശാലമായ അവകാശ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു എന്നറിയാവോ? അവിടെ പുതിയ പുതിയ ടേംസ് ഉണ്ടാക്കി. എൻക്രോച്ചേഴ്സ്, പിന്നെ എന്താ എവിക്ഷൻ, ഇങ്ങനെ പിന്നെ എന്താ ഈ നിയമം, ഈ പുറത്താക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഇന്ന് ഇന്ത്യയിലുള്ള സോക്കോലോ നിയമത്തിന്റെയും മുകളില് പോകണം. അപ്പോ ആർട്ടിക്കിൾ 300A ഒക്കെ പിന്നെ ഇല്ലാതായി. അതായത് മനുഷ്യർക്ക് തങ്ങളുടെ വസ്തുവിലുള്ള ഒരു റൈറ്റ്, ആ ടൈറ്റില് നീങ്ങിപ്പോകുന്നത് ഏതെങ്കിലും ഒരു കോടതിയുടെ ഇടപെടലിലൂടെ അല്ലാതെ നീങ്ങിപ്പോവുകയില്ല എന്ന നിയമം നമ്മുടെ ഭരണഘടനയില് 300A, ആർട്ടിക്കിൾ 300A ഉണ്ടായിരിക്കെ കോൺഗ്രസ് വിശാലമായ അവകാശ പോരാട്ടത്തിന്റെ പേരിൽ ഉണ്ടാക്കി വെച്ചു കൊടുത്തു. എന്താ ചെയ്തത്? വെറും ഡൂക്കിലികള്, വഖഫ് ബോർഡിലെ കൊള്ളക്കാര്, അവര് തീരുമാനിച്ചാലുണ്ടല്ലോ ഉടനെ പിന്നെ പുറത്താകുക. 610 കുടുംബങ്ങളെ പുറത്താക്കാനായിട്ട് ഡൂക്കിലികൾക്ക്, ഒരു സെൻസുമില്ലാത്തവർക്ക്, തീവ്രവാദ മനസ്സുള്ളവർക്ക്
ഈ കോൺഗ്രസ് ഗവൺമെന്റ് നിയമം ഉണ്ടാക്കി കൊടുത്തു ആരെ വേണമെങ്കിലും പുറത്താക്കിക്കോളാൻ. അതിന്റെ ഫലമാണ് മുനമ്പത്തെ 610 കുടുംബങ്ങള് അനുഭവിക്കുന്നത്. ഇങ്ങനെ വലിയൊരു ചതി കോൺഗ്രസ് ഈ നാടിനോട് ചെയ്തു വെച്ചിട്ട് അവസാനം പിന്നെ എന്തു പറ്റി? മുനമ്പത്തെ വിഷയം ശരിക്കങ്ങോട്ട് വന്നപ്പോ കോൺഗ്രസ് അടുത്ത ചതി പുറത്തെടുത്തു. എന്തായിരുന്നു ആ ചതി? മുനമ്പത്തിനും വഖഫ് നിയമത്തിനും തമ്മിൽ ബന്ധമില്ല. മുനമ്പക്കാര് വഖഫ് നിയമം കൊണ്ടല്ല ഇങ്ങനെ ആയിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് അടുത്ത ചതി പുറത്തെടുത്തത്. ഇതൊക്കെയാണ് അളിഞ്ഞ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അളിഞ്ഞ രാഷ്ട്രീയം. അപ്പോ ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാകും വഖഫ് നിയമം എടുത്ത് വഖഫ് ബോർഡ് ഉപയോഗിച്ചതിലൂടെയാണ് മുനമ്പം ഇതുപോലെ ആയിട്ടുള്ളതെന്ന്. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പറയട്ടെ ഏത് നിയമം ഇത് എങ്ങനെ ഉണ്ടായി എന്ന്. അല്ലാതെ മുനമ്പം എന്താ സ്വയം വഖഫായിട്ട് മുനമ്പക്കാരങ്ങോട് പ്രഖ്യാപിച്ചാണ്. ഇതൊക്കെയാണ് ചതി. വിശാലമായ അവകാശ പോരാട്ടമാണ്. ഇവർക്ക് ഒരു കൂട്ടർക്ക് മാത്രമേ അവകാശമുള്ളൂ ഇവിടെ. ഇതാണ് ഇവരുടെ പ്രശ്നം. ഇവരെ സംബന്ധിച്ച് ഒരു കൂട്ടർക്ക് മാത്രമേ അവകാശമുള്ളൂ. കർണാടകത്തിൽ കണ്ടല്ലോ, കർണാടകത്തിൽ ഈ ഇടക്ക് ഉള്ള കാര്യത്തിൽ നമ്മൾ നേരിട്ട് കാണുകയല്ലേ. കേരളത്തിൽ 80:20 കണ്ടല്ലോ. എവിടെ ഒരു കൂട്ടർക്ക് മാത്രമേ ഇവർക്ക് ഇവിടെ അവകാശമുള്ളൂ. ഇത് കണ്ടു മടുത്തു. ഇത് കണ്ട് ജനം മടുത്തുന്നേ. ജനം മടുത്തു. അവര് പിന്നെ എന്തു ചെയ്യണം? ഇത്രയും നാള് കൈപ്പത്തി 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 എന്ന് പറഞ്ഞ് പുറകെ നടന്നിരുന്നവരെ ഇവര് ഒരൊറ്റ കൂട്ടർക്ക് വേണ്ടി മാത്രം നിലകൊണ്ട് അവരെ ചവിട്ടി, മറ്റുള്ളവരെ ചവിട്ടി മെതിച്ച് ഇവരൊക്കെ എപ്പോഴായാലും വന്നോളും എന്ന് പറഞ്ഞ ആ ഗർവുണ്ടല്ലോ, കോൺഗ്രസിന്റെ ഗർവ്, ആ ഗർവിന് കാരണത്തടിയേറ്റതാണ് ഇന്ന് മുനമ്പത്ത് 53